Hi everyone, welcome back. So, ഇന്ന് നമ്മൾ ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആർത്തർ മില്ലറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഈ ബ്ലോക്കിൽ എന്നുള്ളത് ബ്ലോക്കിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് ആ ഒരു റൈറ്ററിനെ പഠിക്കുന്നതിന് മുന്നേ ആ ഒരു ഫുൾ അമേരിക്കൻ ലിറ്ററേച്ചർ എന്താണെന്നുള്ളതും അതിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളതും ഒക്കെ അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. So today we are going to do that. So in this course American literature, we are going to start from the beginning. 16,000s മുതൽ 17,000s വരെയാണ് റിട്ടൺ ആയിട്ട് നമുക്ക് റെക്കോർഡ് ഉള്ളത്. അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ ബിഗിൻ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ളത്. മുന്നേ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്ക്സ് ഉണ്ടെങ്കിലും ദിസ് ഇസ് വേ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം. സോ 16,000സിൻ്റെയും 17,000സിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് അമേരിക്കൻ സെറ്റിലേഴ്സ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തൊരു സമയമായിരുന്നു. They were colonial settlers. ഈ കൊളോണിയൽ സെറ്റിലേഴ്സ് അവിടെ വന്ന് സെറ്റിൽ ചെയ്തപ്പം പുതിയ സ്ഥലമാണ്, പുതിയ രീതികളാണ്. സോ ദേ വർ വെരി ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ദേ ഹാഡ് ടു വർക്ക് വെരി ഹാർഡ് അവിടെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നൊരു സമയത്ത്, ഒരു ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് ലൈഫിൽ ആകെയുള്ള എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലെഷർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്ലേസ് കാണാൻ പോവുക എന്നുള്ളതായിരുന്നു. The only thing where they found happiness were in the indulgence of place. And thus originated the first drama from American literature, Ye Bear, Ye Cub. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ദ ബെയർ ആൻഡ് ദ കബ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഡ്രാമ വന്നു. ബട്ട് ഇവിടെ ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇൻഡൾജൻസ് ഇൻ പ്ലേ വാസ് സോ മച്ച് ദാറ്റ് അറ്റ് ദി എൻഡ് അവർ അങ്ങനെ ഒരു ലോ ഇറക്കി ദാറ്റ് യു ഹാവ് ടു ബാൻ പ്ലേസ്. അവരതിൽ സോ മച്ച് എഡിക്റ്റഡ് ആയിപ്പോയി ദാറ്റ് ദേ ഹാഡ് ടു ഇൻട്രൊഡ്യൂസ് എ ബാൻ ഇൻ ദ ഡ്രാമ. ബട്ട് ആ ബാൻ കുറേ കാലം മുന്നോട്ട് നിന്നില്ല. Later on, many more plays were introduced. And അങ്ങനെ ഇരിക്കെ 1750s-60s ദ അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞൊരു ഡ്രാമ ഗ്രൂപ്പ് ട്രാവൽ ചെയ്തുകൊണ്ട് ഡ്രാമ ആൾക്കാർക്ക് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. ദ പ്രിൻസ് ഓഫ് പാർത്തിയ, ബാറ്റിൽ ഓഫ് ബ്രൂക്ലിൻ, ദ ഡിഫീറ്റ്, ദ ഗ്രൂപ്പ്, അങ്ങനത്തെ കുറേ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഇവർ പല സ്ഥലങ്ങളിൽ പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഡ്യൂറിങ് ദിസ് പീരീഡ് അമേരിക്കൻ റെവല്യൂഷൻ ഒറിജിനേറ്റ് ചെയ്തു ഫ്രം 1775 to 83. ഈ സമയത്താണ് നമ്മൾക്ക് അമേരിക്കൻ റെവല്യൂഷൻ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ 1775 ആൻഡ് 83. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്ലേസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലി പൊളിറ്റിക്കൽ സെറ്റയേഴ്സ് അന്ന് പേര് വന്നിട്ടില്ലെങ്കിലും അവരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കുറേ വർക്ക്സ് ഇറങ്ങി. എന്തിനായിരുന്നു അത്? ആ കോളനൈസേഷൻ്റെ ബേർഡൻ ആൾക്കാർക്ക് മനസ്സിലാവാൻ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ദിയർ വേ ടു ഫൈറ്റ് ബാക്ക്. And that is when Royal Tyler, the first playwright of the nation to write the finest American play of the 18th century, The Contrast, came up. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പൊളിറ്റിക്കൽ അപ്ഹീവലിൻ്റെ സമയത്താണ് ദ കോൺട്രാസ്റ്റ് എഴുതിയത്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ പ്ലേ റൈറ്റ് ഓഫ് ദ നേഷൻ, റോയൽ ടൈലർ. ഇനി നമുക്ക് 1800s മൂവ് ചെയ്യാം. 1800s ആദ്യമായിട്ട് വില്യം ഡൺലോപ്പ് എന്നുള്ളൊരു റൈറ്റർ മെലോ ഡ്രാമ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെലോ ഡ്രാമ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയും ചില സീരിയലൊക്കെ വളരെ നാടകീയമായിട്ടാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയും. ആ നാടകീയതയായിട്ടുള്ള പ്ലേസിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ മെലോ ഡ്രാമ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻസ് ഒക്കെ വളരെ എക്സ്ട്രാ ആണ്. അപ്പം 19th centuryയിലാണ് ഈ ഒരു മെലോ ഡ്രാമ മുന്നോട്ട് വന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ പ്ലേസ് റിട്ടൺ ഇൻ അമേരിക്ക ആ ഒരു 19th centuryയിൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ലെഷർ ടൈം ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി. അപ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള കഥകളൊന്നുമല്ല, ആ ഒരു ജോളി ആയിട്ട് നമുക്കൊന്നൊരു മൂഡ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡ്രാമാസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജെയിംസ് നെൽസൺ ബാക്കർ ആണ് ഈ ഒരു രീതിയിൽ നിന്ന് വേറിട്ടിട്ട് കുറച്ചൊരു അമേരിക്കൻ തീംസ്, അമേരിക്കൻ ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നേറ്റീവ് അമേരിക്കനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പിന്നീട് പുതിയ കഥകൾ ഇറക്കിയിരുന്നത്. അപ്പോൾ അത്രയും വരെ മെലോ ഡ്രാമ, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വർക്ക്സ് ആണെങ്കിൽ ജെയിംസ് നെൽസൺ ബാർക്കറിന് ശേഷം കുറച്ചും കൂടി ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സ് ഇറങ്ങാൻ തുടങ്ങി. ഇൻ 1828 എഡ്വിൻ ഫോറസ്റ്റ് ബിഗാൻ ടു ഓഫർ ആനുവൽ അവാർഡ്സ് ഫോർ ന്യൂ പ്ലേസ് വിത്ത് അമേരിക്കൻ തീംസ്. അപ്പം മേ ബി ഹി ഓൾസോ ഫെൽറ്റ് ദാറ്റ് ഈ ലെഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ജോളി ആയിട്ടുള്ള ഡെപ്ത് ഇല്ലാത്ത പ്ലേസ് ഒക്കെ കുറേ ആയി എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ലേറ്റർ ഓൺ ഹി ഇൻട്രൊഡ്യൂസ്ഡ് award. നമുക്കിപ്പോൾ പുലിറ്റ്സറൊക്കെ കിട്ടുന്ന പോലെ ഒരു അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദ ഫസ്റ്റ് ബുക്ക് ടു ഗെറ്റ് ദാറ്റ് അവാർഡ് വാസ് മെറ്റമോറ ബൈ ജോൺ അഗസ്റ്റസ് സ്റ്റോൺ. ഈ സമയത്താണ് ആ ഒരു നാഷണലിസ്റ്റിക് വ്യൂവിൽ നിന്ന് ഒരു 19th centuryൻ്റെ തുടക്കത്തിൽ നമുക്കൊരു റൊമാൻറ്റിക് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കണ്ടത്.
മേ ബി ദേ ഓൾസോ ഗോട്ട് ബോർഡ് വിത്ത് ആ ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കുറേ തീംസ്. അപ്പോൾ റൊമാൻറ്റിസിസം എന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ട് അവിടെ ഒറിജിനേറ്റ് ചെയ്തു. റൊമാൻറ്റിസിസത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ സ്വപ്നലോകത്തിലുള്ള കഥകൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ പറയും സ്വപ്നലോകത്താണെന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ്? ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻസ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളാണ്, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കഥകളാണ്, വളരെ സബ്ജക്റ്റീവാണ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നേച്ചർ, നമ്മളുടെ പാസ്റ്ററൽ ആയിട്ടുള്ള റീജിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേജർ തീംസ് എന്ന് പറയുന്നത്. ഇമോഷന് കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് പിന്നീട് മുന്നോട്ട് വന്നു. ബട്ട് ഇൻ 1900s to 2000s ആ ഒരു റൊമാൻറ്റിസിസത്തിൽ നിന്ന് റിയലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറി. റിയലിസം ബേസിക്കലി എന്താണ്? റിയലിസം ഇസ് എ ലിറ്റററി മൂവ്മെൻറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ ലൈഫ്. എങ്ങനെയാണോ ജീവിതമുള്ളത് അങ്ങനെ തന്നെ കാണിക്കുക എന്നുള്ളത്. റിയലിസം പോർട്രേഡ് ദ എവറിഡേ ലൈഫ് ഓഫ് ദ ഓർഡിനറി പീപ്പിൾ ആൻഡ് ഇറ്റ് ഡെപ്പിക്റ്റഡ് ദ മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ റാദർ ദൻ ആ ഒരു വളരെ രാജാക്കന്മാരും അതേപോലെ തന്നെ വളരെ നോബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനും വളരെ ഇപ്പം നമ്മൾ റൊമാൻറ്റിസിസം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വളരെയധികം ഗോഡ്സ്, ഡിവൈൻ ക്യാരക്ടേഴ്സ് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. ബട്ട് ഇവിടെ വന്നപ്പോഴേക്കും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഓർഡിനറി പീപ്പിളുടെ ഡേ ടു ഡേ ലൈഫ് കാണിക്കാൻ തുടങ്ങി. And realistic novels used themes like society, social class, mobility, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. മൊബിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുക, സ്റ്റേറ്റസിൻ്റെ മൊബിലിറ്റി ഉണ്ടാവുക, അതിനൊക്കെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ബ്രോൺസൺ ഹവേർഡിൻ്റെ ഷെനഡോവ, സ്റ്റീൽ മാക്ലേൻ്റെ ഹേസൽ കർക്ക് ആൻഡ് വില്യം ഡീൻ ഹവൽസിൻ്റെ മൗസ് ട്രാപ്പ് ഒക്കെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ആ കാലഘട്ടത്തിൽ എഴുതിയ റിയലിസ്റ്റിക് പ്ലേസ് ആണ്. ഒരു ലേറ്റ് 19th century ആയപ്പോഴേക്കും ഉയർന്നു വന്ന പോപ്പുലർ ആയിട്ടുള്ള വേറെ കുറച്ച് റൈറ്റേഴ്സ് വന്നു. ദേ ആർ ഡേവിഡ് ബെലസ്കോ, സ്റ്റീൽ മാക്കേ ആൻഡ് വില്യം ജിലറ്റ്. ഇവരുടെയൊക്കെ വർക്ക്സ് പോപ്പുലർ ആണെങ്കിലും നമ്മളത് വായിക്കണമെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വെൽ ഗുഡ്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ നെയിംസ്. പിന്നീട് ക്ലൈഡ് ഫിച്ച് എന്നുള്ള ഒരാൾ 1900s ദ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ഒരു സെറ്റൈൽ പോലെയുള്ള ഒരു വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ സെറ്റയർ എന്ന് വേണം പറയാം. ബട്ട് ദെൻ ഹി ഡിഡ് നോട്ട് നോ ദിസ് ഇസ് സെറ്റയർ. അങ്ങനെ ഒരു ജാനർ ഇൻട്രൊഡ്യൂസ് ആയിരുന്നില്ല. പക്ഷെ സെറ്റയർ പോലത്തെ ഒരു ഇന്ന് നമ്മൾ സെറ്റയർ എന്ന് വിളിക്കുന്ന ആ രീതിയിലുള്ള ഒരു വർക്കാണ് ദ സിറ്റി എന്ന് പറയുന്നത്. Then came the emergence of the province town players. Province town players നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പ്ലേസ് അഭിനയിക്കുന്ന ആൾക്കാരായിരുന്നു. ബട്ട് ഇവർ കുറച്ചും കൂടി മുന്നോട്ട് ചെന്ന് പ്ലേസ് പ്രൊഡ്യൂസ് ചെയ്യുക, അമേരിക്കൻ പ്ലേ റൈറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ചെയ്തിരുന്നു. സോ ദേ വർ എ ടേണിംഗ് പോയിന്റ് അല്ലേ? കാരണം ഇങ്ങനത്തെ പല ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ യൂഷ്വലി അമേരിക്കയിൽ മാത്രം കളിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയിലെ ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്നതായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ബട്ട് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊവിൻസ് ടൗൺ പ്ലേയേഴ്സ് കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയി പ്ലേസ് ഒക്കെ, കുറച്ചും കൂടി റീച്ച് കിട്ടി പ്ലേനൊക്കെ. അപ്പോൾ ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ്. And plays of 1920s and early 1930s was incisive and exciting, such as Lawrence Stalling and Max Anderson's What Price Glory. അപ്പോൾ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥകൾ, കുറച്ചും കൂടി കാണുമ്പോൾ നമ്മൾ സീറ്റിൻ്റെ അറ്റത്തെത്തുന്ന രീതിയിലുള്ള കഥകൾ, അങ്ങനത്തെ കഥകളൊക്കെ വരാൻ തുടങ്ങി. ബട്ട് 1930s ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം ഒരുപാട് തിയേറ്റേഴ്സൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നന്നായിട്ട് ഉയർന്നു വന്ന അമേരിക്കൻ പ്ലേസൊക്കെ അല്ലെങ്കിൽ അമേരിക്കൻ തിയേറ്റേഴ്സൊക്കെ അവിടെ വന്നപ്പം 1930s എത്തിയപ്പോഴേക്കും വലിയൊരു ഫോൾ തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ കുറേ തിയേറ്റേഴ്സ് ക്ലോസ് ആയിപ്പോയി ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. കാരണം ആൾക്കാർക്ക് ജോലി ഇല്ലാതായി, ആൾക്കാർക്ക് ഭക്ഷണം തന്നെ കഴിക്കാനില്ലാതെയായി. അപ്പോൾ അവരെന്തായാലും പ്ലേസ് കാണാൻ പോവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം അവിടെ വന്നു. ബട്ട് അത് അധിക കാലം നീണ്ടു നിന്നില്ല. 1990s എല്ലാവരും അവരുടെ ജീവിതത്തിലെ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന രണ്ട് റൈറ്റേഴ്സ് ആ സമയത്ത് മുന്നോട്ട് വന്നു. ദേ വർ ആർതർ മില്ലർ ആൻഡ് എഡ്വേർഡ് ആൽബി. അവിടെ ആ സമയത്ത് എഴുതിയ പ്ലേസ് ആർതർ മില്ലറിൻ്റെ ബ്രോക്കൺ ഗ്ലാസും എഡ്വേർഡ് ആൽബിൻ്റെ 3 Tall Womenഉം ആയിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് പ്ലേ റൈറ്റ്സ് ലൈക്ക് ദീസ് 20th centuryയിലും റിയലിസം തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആസ് ദ പ്രൈമറി ജാനർ. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്ലേസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസ് ആണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ എഴുതിയിരുന്ന ഒരാളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ആർതർ മില്ലർ. വി നീഡ് ടു നോ ദ റൈറ്റർ ബിഫോർ വി നോ ദ പ്ലേ. സോ ആർതർ മില്ലറിൻ്റെ കുറച്ച് ലൈഫ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. Arthur Miller is a prose writer and a playwright who became famous around the globe thanks to the play Death of a Salesman. The track record of this talented person has so many awards that they were not for sure stored on one shelf. For example, he became the owner of the Imperial Prize, Tony, Emmy, Laurence Olivier and other prestigious awards. Arthur also wrote scripts for cinema and his books were screened several times. Childhood and youth.
The future writer was born on October 17, 1915, in the northern part of New York's Manhattan-Harlem district, which is known as the District of African Americans. Arthur Miller grew up and was brought up in a family of Polish Jewish immigrants who arrived in the United States to find a good place for living. Father Isidore Miller was the owner of a factory for the production of fashionable women's clothes, and had about 400 employees at his company. Arthur's father made a fortune and was known as a respected man in the society. The Miller family did not need money. According to rumors, Isidore had a bungalow at his disposal on the peninsula of Long Island, and the man also employed a chauffeur. There is little information about Miller's wife and Arthur's mother August, but it can be assumed that she was engaged in housekeeping and brought up children. Unfortunately, the luxury of the Miller family did not last long. Isidore instantly turned from a rich man into a man who could hardly make ends meet. The thing is that during the economic crisis that is known in history as Wall Street crash, Miller Sr. invested most of his savings in shares that fell. Therefore, the family gave up a lavish lifestyle and moved to Brooklyn. Thus, Arthur Miller learned how to work hard from his own experience. As a teenager, Miller delivered bread every morning to help his parents with money. But the misery did not prevent Arthur from graduation from the general education school. After graduation, the young man continued to study and entered the University of Michigan. Arthur graduated in 1938, shortly before the outbreak of World War II. The young man began working in the docks of Brooklyn, but he dreamed of literary fame. Literature. Arthur began his creative biography in his student years. Miller composed non-trivial works between studies. The debut was the play No Villain, 1936, which was revised by the writer several times and, therefore, he changed its name. When Adolf Hitler's military operations began, Arthur Miller employed as a correspondent. He collected materials at a shipyard in Brooklyn, and also visited military posts. At that time, the genius of literature also sent his manuscripts to the radio and collaborated with theaters. His early works are the plays The Great Disobedience, 1938, and Listen My Children, 1939. Miller not only managed to write a number of articles, but he also described for 6 months the events for the semi-documentary film story of G.I. Joe, 1945, directed by Ernie Pyle. Burgess Meredith, Robert Mitchum, and Freddie Steele played in the movie. Further, Arthur became the author of the play All My Sons, which was published in 1947. It is noteworthy that Arthur tried his abilities as a writer earlier, but all his efforts were a failure. Therefore, the genius of literature has sworn that this work would be his last attempt to win the favor of fortune. The writer promised to find another job if that play did not have commercial success. But fortunately, Miller's thoughts failed to come true. After the release of All My Sons, he received the laurels of honor, recognition, and fame. Moreover, he became the Donaldson Award winner. Later, in 1949, Arthur Miller pleased book lovers with the tragedy Death of a Salesman, which is rightly considered the masterpiece of the genius. It is worth mentioning that the play debuted on Broadway stage, and since then it has become a favorite play among theater directors, who place it at the same level with the classic works of William Shakespeare. The plot of the manuscript is simple and non-trivial. The main character is the traveling salesman Willie Loman, who does not know what luck is. The traveler gets a pittance for his work, besides he is swamped with numerous loans which he cannot pay off for many years. Willie grew up without a father, and he is not a chivalrous man. On the contrary, he instills in his children dubious values and teaches to make frauds. But eldest son Biff does not want to stand on the path of the underworld, and on the contrary teaches the father to stop living in lies and deceit. This play does not have a happy ending. The traveling salesman deliberately crashes into the car to get the insurance payment to reward his offspring with money. Miller's play became so popular that the director Laszlo Benedict decided to screen the work of Arthur, shooting the film under the same name in 1951. The main roles were performed by Freddie March, Kevin McCarthy, Don Kiefer, and other stars. For years later, Arthur Miller presented to the public the play The Crucible, 1953. The fictionalized story immerses readers in the history of the Salem witch trial.
The playwright was inspired by the English legend telling about unprecedented trials that happened in the ill-fated village of Salem. From 1692 to 1693 more than 200 people were accused of witchcraft, 19 were hanged, 1 man was thrown with stones, and the rest of the criminals were sent to prison. Arthur Miller wrote the play The Crucible as an allegory between judges and the political commission of Senator McCarthy, excesses against citizens with anti-American sentiments, and he was included into the blacklist of Hollywood for this work. But the writer did not give up and continued to work on plays. There are more than 30 works on his record, many of them were staged in theaters. In 1955 Arthur Miller pleased the sophisticated ladies and gentlemen with the play A View from the Bridge, which received rave reviews of literary critics. In 1964, after a series of manuscripts, another significant work by Miller was published. It was the play Incident at Vichy. The plot tells about a group of soldiers detained by German officers for racial inspection. By the way, the author wrote only one novel, Focus, which was published in 1945. The book tells about the Anglo-Saxon Lawrence Newman, who disliked people of a certain national identity. But fate played a cruel joke with the protagonist, as Newman has to wear glasses because of the poor eyesight, and he looks like a Jew. Now Lawrence has turned into an outcast of society, being a successful man before. Personal life. Every American was for sure jealous of Arthur Miller. Firstly, he had an acute mind and an amazing ability to work, and secondly, the genius of literature was married to the most famous blonde of the Dream Factory, Marilyn Monroe. It is known that they met at a cocktail party in Hollywood in 1950. Their meeting happened by chance, and the modest, beautiful woman was struck by the intellect of her future lover. Further, after small talks, Monroe and Miller spent together 3 days. In total it took about 8 hours. The lady complained to Arthur that she had no friends, and told that her interlocutors paid attention not to the soul, but to the appearance. It was Miller who advised the blonde woman to attend acting courses. But the writer and actress said goodbye, and later exchanged a few letters. Their communication ended, and in 1954 Marilyn accepted the marriage proposal from Joe DiMaggio, but the relationship of the couple ended in divorce. The writer was also married to Mary Grace Slattery, who gave birth to 2 children. However, the writer began to live with Mary even before the meeting with Monroe, so the unhappy spouse had to file for a divorce. In 1955, Monroe met Miller in New York again, and on June 29, 1956, the lovers got married. This relationship lasted for 5 years and ended in divorce. Arthur Miller's third and last choice was the photographer Inga Morath, who gave birth to 2 children, daughter Rebecca, who became an actress, and son Daniel, who was born with Down syndrome. Now that you know about his life, let us look at his plays. ഇദ്ദേഹം എഴുതിയ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പ്ലേസ് ആണിത്. You can look into it, you can study all of them, or if you are not able to study all of them, at least try to study 5 or 6 of them. If you are interested in reading all these, I would recommend to read some of the most important ones, which we are going to discuss later. കാരണം ആർത്തർ മില്ലറിന്റെ വർക്ക് വളരെ റിയലിസ്റ്റിക് ആണ്, and I'm sure you will enjoy. So these are some of the works he had written throughout his life. But നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഇസ് വാട്ട് ആർ ഹിസ് മേജർ വർക്ക്സ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കുറച്ച് വർക്ക്സ്. ദ ഫസ്റ്റ് വൺ ഇസ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ടോക്സ് അബൌട്ട് ദി അമേരിക്കൻ ഡ്രീം. അതായത് അമേരിക്കയിൽ വന്ന് സെറ്റിൽ ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രൊട്ടാഗനിസ്റ്റ്, മക്കൾ എന്ത് ചെയ്താലും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രൊട്ടാഗനിസ്റ്റ്, അവരുടെ ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റ് ലൈഫിൽ എന്താണ് ചെയ്തത് എന്ന് അവസാനം ആലോചിച്ചപ്പം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അറ്റ് ദി എൻഡ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു കഥ. സോ ദാറ്റ് അതിൻ്റെ ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ടെങ്കിലും ഫാമിലി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കഥ. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഐ വിഷ് അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ സമ്മറി എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ദെൻ കംസ് ദ ക്രൂസിബിൾ. ക്രൂസിബിൾ എന്ന് പറയുന്നത് ഒരു വിച്ച് ക്രാഫ്റ്റ്, അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ കുറച്ചും കൂടി ഒന്ന് ബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ അവർ വിച്ചാണ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥയാണ്. ആൻഡ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. ഇതിൻ്റെ സ്റ്റോറി ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്. ദെയർ വെയർ ദീസ് ഗ്രൂപ്പ് ഓഫ് വിമൻ ഹൂ സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് വൺ ഓഫ് ദ സ്ലേവ്. അത് അവിടുത്തെ ഒരു റെവറൻറ്റ് പാരിസ് കാണും. ആൻഡ് ഹി സീസ് ദാറ്റ് ദർ ഇസ് ഹിസ് ഡോട്ടർ ഓൾസോ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആ വില്ലേജേഴ്സൊക്കെ അവരെ വിച്ച് ക്രാഫ്റ്ററിക്ക്, അതായത് മന്ത്രവാദനികളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ മുദ്ര കുത്തും.
ആൻഡ് അതിനുശേഷം ഉണ്ടാകുന്ന ട്രയൽ ആൻഡ് അതിലുണ്ടാകുന്ന ചതികൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തൽ. അവസാനം ദർ ഇസ് ദിസ് വൺ പേഴ്സൺ, ജോൺ പ്രോക്ടർ, ഹൂസ് ഇൻ ലവ് വിത്ത് വൺ ഓഫ് ദ ഗേൾ, ദാറ്റ് ഇസ് ആബിഗെയിൽ, ഹൂസ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ്. അപ്പം അവരെ മുദ്ര കുത്തിയിരിക്കുകയാണ് വിച്ചസ് ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് അവസാനം ഇവർക്ക് മനസ്സിലാവും ദിസ് ജോൺ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദീസ് ഗ്രൂപ്പ് എന്നുള്ളത്. ആൻഡ് അറ്റ് ദി എൻഡ്, ബിക്കോസ് ഹീസ് എ മാൻ, ഹീസ് ഗിവൺ എ സെക്കൻഡ് ചാൻസ് ടു ലിവ്. ബാക്കി എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ വിധിക്കും. ആൻഡ് ഹീ സെസ്, നിങ്ങളെ ഞാൻ സഹായിക്കാം. ആൻഡ് ദ മെൻ, ദ അപ്പർ അതോറിറ്റി സെസ്, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം, ബട്ട് യു നീഡ് ടു ടെൽ അസ് ബാക്കി ആരൊക്കെയാണ് ഈ വിച്ച് ക്രാഫ്റ്ററിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന്. ബട്ട് ഹീ, ബീങ് എ ഗുഡ് മാൻ, ഡിസൈഡ്സ് ദാറ്റ് ഹീ വിൽ ഡൈ റാദർ ദാൻ ബാക്കിയുള്ള ആൾക്കാരെ ഒറ്റ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ കഥ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സോ നൈസ് ടു റീഡ് ആൻഡ് ഇറ്റ് ഇസ് വളരെ ഡാർക്കായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇത് വായിക്കുമ്പോൾ ഞാൻ നൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എൻ്റർടൈനിങ് ആണെന്നാണ്. ബട്ട് ഈ ഒരു ഡാർക്ക് സ്റ്റോറി അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ആർതർ മില്ലർ. ദ നെക്സ്റ്റ് വർക്ക് ഇസ് എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്. എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജിലുള്ള കഥ മെയിൻലി ഒരു ലവ് ട്രയാങ്കിൾ ആണ്. ബട്ട് ആ ലവ് ട്രയാങ്കിൾ എന്നുള്ള സർഫസ് സ്റ്റോറീൻ്റെ അണ്ടറിൽ വളരെ ഡീപ്പായിട്ടുള്ള വേറെ ഒരു റിയലിസ്റ്റിക് കാര്യം നടക്കുന്നുണ്ട്. So there is this one refugee who falls in love with a person who helped her. But already there is one other person who's courting that lady. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റും അറ്റ് ദി എൻഡ് ദ റെഫ്യൂജി ഡൈസ് എന്നുള്ള ആ ഒരു കഥയുമാണ് ബേസിക്കലി വ്യൂ ഫ്രം ദ ബ്രിഡ്ജിൻ്റെ സർഫസ് സ്റ്റോറി. ബട്ട് ഇതിൻ്റെ താഴെ, അതായത് ഈ സർഫസ് സ്റ്റോറീൻ്റെ സബ് പ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ റെഫ്യൂജീൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പം നമ്മൾ ആൾക്കാരെ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എഫെമിനറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം ഡിസ്റ്റൻറ്റ് ചെയ്ത് വെക്കുന്നത്, അങ്ങനത്തെ കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിൽ പറയുന്നുണ്ട്. This is also one of his finest work. And the next work, and the work that we are going to study in depth, is All My Sons. All My Sons ന്റെ കഥ എന്താണെന്നുള്ളതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും വരും യൂണിറ്റിൽ നമ്മൾ പഠിക്കും. സോ വാട്ട് ഐ വുഡ് റെക്കമെൻഡ് യു ടു ഡു ഇസ്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ റീഡ് ദ സ്റ്റോറി. If not, if you are able to, then try reading the summary. അത് ഈ ഓൾ മൈ സൺസിൻ്റെ മാത്രമല്ല, ബാക്കിയുള്ളതിൻ്റെയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ആർതർ മില്ലറിൻ്റെ കുറേ ഡ്രമാറ്റിക് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു ഡെത്ത് എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, റിയലിസം എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം സമ്മറി വായിക്കുമ്പോഴെങ്കിലും മനസ്സിലാവും. ബട്ട് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ടു റീഡ് ദീസ് ബുക്സ്. സോ ഇന്ന് നിങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചർ എങ്ങനെയാണ് മുന്നോട്ട് വന്നത്, എങ്ങനെയാണ് അത് ഇന്നത്തെ സെഞ്ചുറിയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നോക്കി. So what I want you to do is be ready for Arthur Miller and his book All My Sons. If possible, I would recommend you, before seeing the next video, to read the summary of All My Sons. And I'll see you in the next video. Bye.